കൊല്ലം മൈനാഗപ്പള്ളിയിൽ നിന്നും ഇന്നലെ ഒരു ഞെട്ടിക്കുന്ന മരണവാർത്തയാണ് പുറത്തുവന്നത്. മൈനാഗപ്പള്ളി ദിയാഭവനിൽ ശ്യാമ എന്ന 26-കാരിയുടെ മരണത്തോടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് അനാഥരായിരിക്കുന്നത്. അമ്മ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അറിയാതെ രണ്ടുപേരും മുറ്റത്ത് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ വേദന നിറഞ്ഞ ഒരു വാർത്ത. ശ്യാമയും ഭർത്താവായ രാജീവും പ്രണയിച്ച വിവാഹം കഴിച്ചവരാണ്. ഞായറാഴ്ച രാത്രി 9:30 സംഭവം നടക്കുന്നത്. ഞായറാഴ്ച ഇവരുടെ വീടിന് തൊട്ടടുത്തുള്ള മണ്ണൂർക്കാവ് ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് ശ്യാമയും ഭർത്താവ് രാജീവും ഇവരുടെ ഇളയ കുട്ടിയായ 2.5 വയസ്സുകാരിയും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മൂത്ത കുട്ടി മുത്തശ്ശന്റെ കൂടെ ഉത്സവത്തിന് പോയതായിരുന്നു. തുടർന്ന് രാത്രി ഏകദേശം 9:30 രാജീവ് ഉത്സവപ്പറമ്പിലേക്ക് ഓടിയെത്തി സുഹൃത്തുക്കളോട് ഭാര്യ മുറിയിൽ ബോധമില്ലാതെ വീണ് കിടക്കുകയാണെന്നും ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു വാഹനം ഏർപ്പാടാക്കണമെന്നും ആവശ്യപ്പെടുന്നത്. തുടർന്ന് അയൽവാസികളും നാട്ടുകാരും ഓടിയെത്തിയപ്പോൾ ശ്യാമയെ കിടപ്പുമുറിയിൽ വീണ് കിടക്കുന്ന നിലയിലാണ് കണ്ടത്. ഉടൻ തന്നെ ആളുകൾ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും ശ്യാമയുടെ മരണം സംഭവിച്ചിരുന്നു. തലയടിച്ച് വീണാണ് ശ്യാമ മരണപ്പെട്ടത് എന്നാണ് രാജീവ് നാട്ടുകാരോടും ആശുപത്രി അധികൃതരോടുമെല്ലാം പറഞ്ഞിരുന്നത്. എന്നാൽ മൃതദേഹം പരിശോധിച്ചപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്ക് മരണത്തിൽ സംശയം തോന്നിയിരുന്നു. മൃതദേഹത്തിന്റെ കഴുത്തിലും മറ്റും കുത്തിപ്പിടിച്ച പാടുകളുണ്ടായിരുന്നു. തുടർന്നാണ് സംഭവം പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് എത്തി ചോദ്യം ചെയ്തെങ്കിലും രാജീവ് തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് സംശയം തോന്നിയതോടെ ഇയാളെ കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ ശ്യാമയുടേത് കൊലപാതകമാണെന്നും കഴുത്ത് ഞെരിച്ചാണ് കൊല ചെയ്തത് എന്നും കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് പോലീസ് വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. രാത്രി മദ്യപിച്ചെത്തിയ രാജീവ് ശ്യാമയുമായി വഴക്കിടുകയും അതിനു പിന്നാലെ കഴുത്ത് ഞെരിച്ച് കൊല ചെയ്യുകയുമായിരുന്നുവെന്നാണ് പ്രതി മൊഴി നൽകിയിട്ടുള്ളത്. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നുവെങ്കിലും വിവാഹശേഷം ഇരുവരും തമ്മിൽ കലഹം പതിവായിരുന്നുവെന്നും പരിസരവാസികൾ പറയുന്നുണ്ട്. വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം രാത്രിയോടുകൂടി തന്നെ സംസ്കരിച്ചു. കല്ലുകടവ് പാലത്തിന് സമീപം കട നടത്തുകയാണ് രാജീവ്. ദിയാരാജ്, ദക്ഷരാജ് എന്നിവർ മക്കളാണ്. ഭാര്യ മരണപ്പെടുകയും ഭർത്താവ് കൊലപാതക കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തതോടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് അനാഥരായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.